ചെറിയ ഉദാഹരണം പറയാം. ഈ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ കാര്യം വീണ്ടും ശ്രദ്ധിച്ചാണ്. അത് വലിയ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. എന്തൊരു അസംബന്ധമാണ് ആ സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ഡിസംബർ 16 ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് 1971 ബംഗ്ലാദേശ് മോചിപ്പിച്ചത്. ബംഗ്ലാദേശിന്റെ മോചന ദിവസം പാലസ്തീനാണോ ഇവർ ഓർക്കേണ്ടത്? മാത്രമല്ല ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു. ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷയമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതല്ലേ പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യൂ ഇത്ര വലിയൊരു പോഷ്ക്ക്, ഇത്ര വലിയ ഫൂളിഷ്നെസ്? കനി കുസൃതി എന്ന് പറഞ്ഞ സിനിമ നടിക്ക് കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തണ്ണിമത്തൻ്റെ പടം ഇട്ടുള്ളൂ. അവിടെ ആൾക്കാർ കയ്യിൽ. ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ, ഇന്ത്യൻ പാർലമെന്റ് അല്ലേ. അവിടെ ഭൂരിപക്ഷം BJPക്കല്ലേ. അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു പോഷ്കത്തരം കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു? അവർക്കറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? 2ാം ലോക യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ്. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ തോക്ക് വെച്ച് കീഴടങ്ങിയ ദിവസമാണ്. ഢാക്കയിലെ റേസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാന്റെ പട്ടാള നായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിന്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ച് കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ട ദിവസമാണ്. ആ ദിവസമാണെന്ന് ഓർക്കേണ്ടവരാ. അത് ഞാനോ വിരൂവി ജോണോ അല്ലെങ്കിൽ മോഹൻ വർഗീസ് ഓർത്താൽ പോരല്ലോ, ശ്രീജിത്ത് പണിക്കർ ഓർത്താൽ പോരല്ലോ. അത് കോൺഗ്രസ്സുകാർ ഓർക്കട്ടെ. ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം ചോരയിൽ പിറന്ന ഈ രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്ക ഗാന്ധി ഓർക്കട്ടെ. അല്ല, ഈ വിഷയത്തിൽ അവര് അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കണ്ടേ? അതിന് പകരം ഇതുപോലത്തെ മോഷ്കത്തരങ്ങൾ, ഇതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ദിവസമാണ് ഇന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ആർക്കാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ? ഇതല്ല രാഷ്ട്രീയം. ഇവിടെ നിന്നിട്ട് ആർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ നമുക്കറിയാം. എന്നാലും അങ്ങനെയല്ല, അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഇവിടെ ഡിവൈഎഫ്ഐക്കാർ വരെ ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചർച്ചയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ദ്രോണാചാര്യരുടെയും ഏകലവന്റെയും ഒക്കെ കഥ തന്നെ പൊളിഞ്ഞുപോയി. അദ്ദേഹം അവിടെ ഒരു പരിഹാസ കഥാപാത്രമായി മാറി.